കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐസ്ക്രീം എടുത്ത് കഴിച്ച താഴെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങോട്ട് വയറ്റിലാക്കിട്ടെ. പിന്നെ വേറെ പണിയൊന്നുമില്ലാത്ത കാരണം കുറച്ചു നേരം ഞാൻ കിടന്ന് റെസ്റ്റ് എടുത്തേ. ഈവനിങ് ആയപ്പോ ഞാനും അമ്മും ദേവസും കൂടി പുറത്തേക്ക് പോയ ബാഗ് മേടിക്കാൻ വേണ്ടി പോയ പോക്കാണ്. അവിടെയുള്ള എല്ലാ ബാഗും ഞാൻ ഇട്ട് നോക്കി. അവസാനം ഈ ഒരു ബാഗും അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബാഗും നമ്മൾ എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാനും അമ്മ ആയതുകൊണ്ട് പറയല്ലട്ടോ, അവിടെ ഫുള്ള് നടന്ന സാധനങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. അങ്ങനെ ബാഗ് മേടിച്ച് ബില്ലും കൊടുത്ത് ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു മാമൂട്ടിക്കാണ് അമ്മുന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോ കുളിച്ച് ശുണ്ടരിയായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാ. ഞങ്ങൾ 3 പേരും കൂടി കഴിഞ്ഞാൽ പിന്നെ കുടുംബശ്രീ വർത്താനാട്ടാ. പിന്നെ അവിടുന്ന് വെള്ളവും കുടിച്ച് മുട്ടബജിയും കഴിച്ച് മാവിലുള്ള മാങ്ങയും ദേവസിന് പറിച്ചും കൊടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നുട്ടാ. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു 6:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിനു വിളിച്ച് പറയാ, ഞാൻ ഇവിടെ ഇറങ്ങാറായി, എനിക്ക് വിശക്കണ ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും മതി. ഈ വേറെ എന്തെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്ന സാധനം വേറെ ഒന്നല്ല, ദോശയാണ് കേട്ടോ. അവൻ അവിടെ നിന്ന് ഇറങ്ങിയത് പറഞ്ഞോണ്ട് തന്നെ എല്ലാം വേഗം ഷടപടേ അങ്ങോട്ട് തീർത്തുട്ടാ. ഇപ്പുറത്തടുപ്പില് ചമ്മന്തിയും അപ്പുറത്തടുപ്പില് ദോശയും. ആഹാ, അപ്പോഴേക്കും വിനു വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ദോശയാണെന്നുണ്ടെങ്കിൽ വിനുവിന് ഓംലേറ്റ് നിർബന്ധമാണ് കേട്ടോ. വിത്ത് മേലെ കുരുമുളക് പൊടി വിതറിയത്. പിന്നെ അവനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേനും ഫുഡ് കൊടുത്തുട്ടാ. ആ ബജ്ജി കഴിച്ചോണ്ട് തന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ അവൻ കഴിക്കണോണ്ട് ഒരു കമ്പനിക്ക് കൂടെ ഇരുന്നോട്ടോ ഞാൻ. നാളെ എന്റെ സബ്സ്ക്രൈബർ തിരുവനന്തപുരത്തുള്ള അഞ്ജനയുടെ കല്യാണമാണ്. ചില കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്തായാലും അഡ്വാൻസ് ഹാപ്പി മാരിഡ് ലൈഫ്. ഇന്ന് പൗർണമി പൊങ്കാല ആയത് കാരണം തന്നെ 3 എനിക്ക് പായസം കിട്ടിയിട്ടാ. 3 അടിപൊളിയായിരുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.